അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള കീഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂലൈ 21 നടന്ന UP അലിഫ് ടാലൻറ്റ് ടെസ്റ്റിൻ്റെ ജില്ലാതല പരീക്ഷാ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫിഷ് ഷഹരി ഡാഷ് എന്നാണ്. ഒരു മാസത്തിലെ എത്ര ദിവസമുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സലാസൂന അയ്യാമിൻ, ഓപ്ഷൻ ബി സലാസൂന അയ്യാമൻ, ഓപ്ഷൻ സി സലാസത്തു യോമൻ, ഓപ്ഷൻ ഡി സലാസൂന യോമൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സലാസൂന യോമൻ, 30 ദിവസം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഷോറ റജുലു ഡാഷ് മഷ്ഹൂറൻ. ഓപ്ഷൻ എ ഷാഇരിൻ, ഓപ്ഷൻ ബി ഷാഇറുൻ, ഓപ്ഷൻ സി ഷാഇറൻ, ഓപ്ഷൻ ഡി അഷാഇറ. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഷോറ റജുലു ഒരു വ്യക്തി, ഒരു പുരുഷനായി തീർന്നു. ഷാഇറുൻ മഷ്ഹൂറൻ എന്നാൽ പ്രശസ്തനായ കവിയായി തീർന്നു എന്നാണ്. ഇവിടെ ഷോറയുടെ ഇസ്മായിക്കൊണ്ടാണ് അർ റജുൽ എന്ന് പറയുന്ന പദം വരുന്നത്. അതിൻ്റെ നാത്തായിക്കൊണ്ട്, അതിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് ഷായിർ എന്ന് പറയുന്ന പദം വരുന്നത്. അതുകൊണ്ടാണ് സോറ റജുലു ഷായിറുൻ എന്ന് പറയുവാനുള്ള കാരണം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇഖ്തർ അഷാദ, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. ഓപ്ഷൻ എ ഫതൂർ, ഓപ്ഷൻ ബി അദാ, ഓപ്ഷൻ സി അഷാ, ഓപ്ഷൻ ഡി ഒദാ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫത്തൂർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അഷാ ഡിന്നറിനാണ് അഷാ എന്ന് പറയുന്നത്. ഒദാ എന്ന് പറഞ്ഞാൽ ലഞ്ചാണ്. അദാ എന്ന് പറയുന്നത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. മൻഹുവ കാത്തിബു അജ്നിഹത്തു നീറാൻ, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ബി മൊഹീദ്ദീൻ ആലുവായി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സാലിം അലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, APJ അബ്ദുൽ കലാം. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഹുർത്തൂമു ഡാഷ് തൊവീലുൻ എന്നാണ്. ആനയുടെ തുമ്പിക്കൈ നീളമുള്ളതാണ് എന്നാണ് പറയേണ്ടത്. ഓപ്ഷൻ എ ഫീലൻ, ഓപ്ഷൻ ബി അൽഫീലി, ഓപ്ഷൻ സി അൽഫീലു, ഓപ്ഷൻ ഡി അൽഫീല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽഫീലി. ഹുർത്തൂമുൽ ഫീലി തൊവീലുൻ, ആനയുടെ തുമ്പിക്കൈ നീളമുള്ളതാണ്. ചോദ്യം നോക്കാം. ഡാഷ് അൽ ഉമ്മു ഇലൽ മുസ്തഷ്ഫ, ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നാണ് സെന്റൻസ് പറയേണ്ടത്. ഓപ്ഷൻ എ ദഹബ്ത, ഓപ്ഷൻ ബി യദ്ഹബു, ഓപ്ഷൻ സി തദ്ഹബു, ഓപ്ഷൻ ഡി നദ്ഹബു. നമുക്കറിയാം അവൾ പോകുന്നു, എങ്ങനെയാണ് പറയാ? തദ്ഹബു അല്ലേ? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തദ്ഹബുൽ ഉമ്മു ഇലൽ മുസ്തഷ്ഫ. ഏഴാമത്തെ ചോദ്യം. ദറസ ഇബ്നു സീന ഫി ഡാഷ്, ഇബ്നു സീന എവിടെയാണ് പഠിച്ചത് എന്നാണ്. ദറസ പഠിച്ചു എന്നാണ്. ഫി ഡാഷ് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബാഗ്ദാദ്, ഓപ്ഷൻ ബി അസ്സീൻ ചൈന, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ലണ്ടൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാഗ്ദാദ്. അടുത്ത ചോദ്യം. യാമലു ഡാഷ് ഫിഷരിക്ക, യാമലു ജോലി ചെയ്യുന്നു, ഫിഷരിക്ക കമ്പനിയിൽ. ആരാണ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത്? ഓപ്ഷൻ എ അസമ്മാക്ക്, സമ്മാക്ക് എന്ന് പറഞ്ഞാൽ മത്സ്യ വിൽപ്പനക്കാരനാണ്, മത്സ്യവ്യാപാരി. ഓപ്ഷൻ ബി അൽ മുഹന്ദിസ് എഞ്ചിനീയർ, ഓപ്ഷൻ സി അൽ മുഅല്ലിം അധ്യാപകൻ, ഓപ്ഷൻ ഡി അൽ മുസാരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽ മുഹന്ദിസ്. യാമലുൽ മുഹന്ദിസു ഫിഷരിക്ക. അടുത്ത ചോദ്യം. മഹല്ലുൽ അഖ്മിഷ മഅനാഹു, എന്താണ് മഹല്ലുൽ അഖ്മിഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ സീബ്ര ലൈൻ, ഓപ്ഷൻ ബി ടോയ്ലറ്റ്, ഓപ്ഷൻ സി ടെക്സ്റ്റൈൽസ്, ഓപ്ഷൻ ഡി ബസ് സ്റ്റാൻഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടെക്സ്റ്റൈൽസ്. പത്താമത്തെ ചോദ്യം. മൻഹുവ അവ്വലു വസീർ തർബിയ വ തഅലീം ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ ബി CH മുഹമ്മദ് കോയ, ഓപ്ഷൻ സി അബുൽ കലാം ആസാദ്, ഓപ്ഷൻ ഡി മോഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അബുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം. അൽയോമു യൂലിയോ വാഹിദും വ ഇഷ്റൂൻ, ഇന്ന് ജൂലൈ 21. മാഹിയ അഹ്മിയത്തു ഹാദൽ യോം, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ്. ഓപ്ഷൻ എ യോമുൽ ബിഅ പരിസ്ഥിതി ദിനം, ഓപ്ഷൻ ബി യോമുൽ ഖിറാഅ വായനാ ദിനം, ഓപ്ഷൻ സി യോമുൽ ഖമരി ചാന്ദ്രദിനം, ഓപ്ഷൻ ഡി യോമുൽ ഉമ്മഹാത്ത് മാതൃദിനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചാന്ദ്രദിനം.
12ാമത്തെ ചോദ്യം മൻ കതബ മുഖദ്ദിമത ദസ്തൂരിൽ ഹിന്ദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ് എന്നാണ്. ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി അംബേദ്കർ, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. മുർസിലുൻ ഇലൈഹി അത്തഹിയ മിൻ അജ്സാഇ ഡാഷ് എന്നാണ്. മുർസിൽ അയക്കുന്ന വ്യക്തി അല്ലേ, ഒരു കത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അയക്കുന്ന വ്യക്തിക്കാണ് നമ്മൾ മുർസിൽ എന്ന് പറയുക. ആരിലേക്കാണോ അയക്കുന്നത് അയാൾക്കാണ് നമ്മൾ മുർസിലുൻ ഇലൈഹി എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ മിൻ അജ്സാഇ ഡാഷ് എന്നാണ്. ഏതിൻ്റെ ഭാഗമാണ് എന്നാണ്. ഓപ്ഷൻ എ അൽ ബയാൻ, ഓപ്ഷൻ ബി അൽ മൻലൂം, ഓപ്ഷൻ സി അൽ റിസാല, ഓപ്ഷൻ ഡി അൽ ഖിസ്സ. ബയാൻ എന്ന് പറഞ്ഞാൽ ഒരു എസ്സെ, അൽ മൻലൂം എന്ന് പറഞ്ഞാൽ കവിതയാണ്, റിസാല കത്ത്, അൽ ഖിസ്സ സ്റ്റോറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അൽ റിസാല കത്ത്. 14ാമത്തെ ചോദ്യം ഫി അയ്യിസനത്തിൻ തൂഫിയ അസയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏത് വർഷമാണ് മരണപ്പെട്ടത് എന്നാണ്. ഓപ്ഷൻ എ 2019, ഓപ്ഷൻ ബി 2009, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2011. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2009. അടുത്ത ചോദ്യം മൻഹുവ മുദരിബുൻ ജദീദ് ലി ക്രിക്കറ്റ് അൽ ഹിന്ദ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ ദ്രാവിഡ്, ഓപ്ഷൻ ബി ഗംഭീർ, ഓപ്ഷൻ സി സച്ചിൻ, ഓപ്ഷൻ ഡി കപിൽ ദേവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗംഭീർ. 16ാമത്തെ ചോദ്യം കം അദദുൽ ലുആത്തിൽ റസ്മിയ ലിൽ ഉമമിൽ മുത്തഹിദ. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് എത്ര ഭാഷകളുണ്ട് എന്നാണ്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 9. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 6. 17ാമത്തെ ചോദ്യം മൻഹുവ സഈമുൻ മഷ്ഹൂറുൻ ലിത്തിഹാദി മുഅല്ലിമി അൽ അറബിയ ബി കേരള. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ KTFൻ്റെ പ്രശസ്തനായിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ളൊരു നേതാവ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ കൊളത്തൂർ മുഹമ്മദ് മൗലവി, ഓപ്ഷൻ ബി എ മൗദ് മൗലവി, ഓപ്ഷൻ സി മോയിൻകുട്ടി വൈദ്യർ, ഓപ്ഷൻ ഡി കുഞ്ഞാലി മരക്കാർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കൊളത്തൂർ മുഹമ്മദ് മൗലവി. 18ാമത്തെ ചോദ്യം അയ്യീബ് ചാനൽ എന്നതിന് അറബിയിൽ എന്താ പറയുക എന്നാണ്. ഓപ്ഷൻ എ ഖനാത്ത്, ഓപ്ഷൻ ബി റിഹ്ല, ഓപ്ഷൻ സി ഖനാ, ഓപ്ഷൻ ഡി ഹഫ്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഖനാത്ത്. 19ാമത്തെ ചോദ്യം മൻഹുവ വസീറു തസ്ജീൽ ഫി വിലായത്ത് കേരള ഹാലിയൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ മിനിസ്റ്റർ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഓപ്ഷൻ ബി വി അബ്ദുറഹ്മാൻ, ഓപ്ഷൻ സി കെ രാജൻ, ഓപ്ഷൻ ഡി മുഹമ്മദ് റിയാസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. 20ാമത്തെ ചോദ്യം ഖറഅത് ദാരിസു അൽ കിതാബ. കുട്ടി പുസ്തകം വായിച്ചു. ഈ സെൻറ്റൻസിൽ അൽ കിതാബ് എന്ന് പറയുന്ന പദം ഏതിൻ്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് എന്നാണ്. ഓപ്ഷൻ എ ഫിഅല്, ഓപ്ഷൻ ബി ഫാഇല്, ഓപ്ഷൻ സി ഹർഫ്, ഓപ്ഷൻ ഡി മഫ്ഊലുൻ ബിഹി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മഫ്ഊലുൻ ബിഹി. ഇവിടെ കുട്ടി വായിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നതാണ് അൽ കിതാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അൽ കിതാബ് എന്ന് പറയുന്നത് മഫ്ഊലുൻ ബിഹിയാണ്. ഇതോടുകൂടി 20 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.